മുസ്ലിം ലീഗ് നേതാവ് സാദിഖ് അലി തങ്ങളുടെ രാമക്ഷേത്ര അനുകൂല പ്രസ്താവന ചെറുതായൊന്നുമല്ല അദ്ദേഹത്തെ ബാധിച്ചത്. നിരവധി വിമർശനങ്ങൾ തലങ്ങിൽ നിന്നും വിലങ്ങിൽ നിന്നും ഉണ്ടായി. ഇപ്പോഴിതാ തങ്ങൾക്കെതിരെ INL ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ രംഗത്തു വന്നിരിക്കുകയാണ്. സാദിഖ് അലിയുടെ പ്രസംഗ വീഡിയോ ശത്രുക്കൾ എല്ലാ ദിക്കുകളിലേക്കും പ്രചരിപ്പിക്കാൻ തുടങ്ങിയതോടെ ഉറക്കം പോയത് സമുദായ നേതൃത്വത്തിൻ്റെതാണ്. അദ്ദേഹത്തിന് ആരെയാണ് തൃപ്തിപ്പെടുത്തേണ്ടതെന്ന ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നതെന്നും കാസിം ഇരിക്കൂർ പ്രസ്താവനയിലൂടെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: സാദിഖ് അലി തങ്ങളെ, വർഗീയത കത്തുമ്പോൾ തന്നെ വേണോ ഈ പൂത്തിരി കത്തിക്കൽ? സംഘപരിവാർ വർഗീയാഗ്നിയിൽ മതേതര ഇന്ത്യ കത്തിച്ചാമ്പലാവാൻ പോവുകയാണോ എന്ന ഉത്കണ്ഠയിൽ ന്യൂനപക്ഷങ്ങൾ ഉള്ളുനീറുന്ന വേദനയോടെ ദിനരാത്രങ്ങൾ തള്ളി നീക്കുമ്പോഴാണ് രാജ്യത്തെ മതേതര വിശ്വാസികളെ ഒന്നടങ്കം ആഹ്ലാദിപ്പിക്കുന്ന ദിവ്യവചനങ്ങൾ കടലുണ്ടിപ്പുഴയുടെ ഓരത്തു നിന്നും ഉയർന്നു കേൾക്കുന്നത്. ബാബരിക്ക് ശേഷം കാശിയിലെ ഗ്യാൻവാപ്പിയും മധുരയിലെ ഷാഹി മസ്ജിദും താജ്മഹലും കുത്തംബിനാറുമൊക്കെ ഹിറ്റ് ലിസ്റ്റിൽപ്പെടുത്തി മുസ്ലിം സാംസ്കാരിക ചിഹ്നങ്ങളുടെ ഉന്മൂലനം RSS നടപ്പാക്കുമെന്ന് അറിഞ്ഞതോടെ പാണക്കാട് സാദിഖ് അലി തങ്ങൾ തുറന്ന മനസ്സോടെ സംഘ അജണ്ടകളെ സ്വാഗതം ചെയ്യുന്നത് കേൾക്കാൻ എന്തൊരു ചേലാണ്. രാമക്ഷേത്രത്തിൽ നിന്ന് പിറകോട്ടു പോകാൻ രാജ്യത്തിന് സാധിക്കില്ല. അത് രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു സമൂഹത്തിന്റെ ആവശ്യമാണ്. അത് അയോധ്യയിൽ നിലവിൽ വന്നു. അതിൽ പ്രതിഷേധിക്കേണ്ട കാര്യമില്ല. എന്തൊരു രാമഭക്തി, എന്തൊരു അവലോകന പാടവം! പള്ളി പൊളിച്ച് ക്ഷേത്രം പണിയണമെന്നത് ബഹുഭൂരിപക്ഷം വരുന്ന ഒരു സമൂഹത്തിന്റെ ആവശ്യമാണത്രേ. ഏതാണീ ബഹുഭൂരിപക്ഷം? RSSകാരെ കുറിച്ചാണോ ലീഗ് നേതാവ് ഇങ്ങനെ വർണ്ണിക്കുന്നത്? യഥാർത്ഥ രാമഭക്തരെയും രാഷ്ട്രീയ രാമനെ തെരുവിലിറക്കി അധികാരം പിടിച്ചെടുക്കാൻ ആക്രമണമോത്സുകരമായ സംഘികളെയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്തതാണോ ഈ വാചാടോഭങ്ങളുടെ പ്രചോദനം? എന്തായാലും ഈ രാഷ്ട്രീയ വിവരക്കേട് സമുദായ പാർട്ടിയെ എവിടെ കൊണ്ടെത്തിക്കുമെന്ന ചോദ്യമാണ് നാനാഭാഗത്തു നിന്നും ഉയരുന്നത്. സാദിഖ് അലിയുടെ പ്രസംഗ വീഡിയോ ശത്രുക്കൾ അഷ്ടദിക്കുകളിലേക്കും പ്രചരിപ്പിക്കാൻ തുടങ്ങിയതോടെ ഉറക്കം പോയത് സമുദായ നേതൃത്വത്തിൻ്റെതാണ്. എല്ലാവരും ചോദിക്കുന്നത് ഒരേ ചോദ്യം: സാദിഖ് അലിക്ക് ആരെയാണ് തൃപ്തിപ്പെടുത്തേണ്ടത്? ഡൽഹി ഭരിക്കുന്ന നരേന്ദ്രമോദിയെയാണോ? അതല്ല നാഗ്പൂരിൽ ഇരുന്ന് ED കൈമാറേണ്ട ലിസ്റ്റ് തയ്യാറാക്കുന്ന RSS ഏമാന്മാരെയോ? അതുമല്ല മതേതരത്വത്തിന്റെ മൊഞ്ചുള്ള മുഖം മിനുക്കാൻ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാനാണോ ഈ പൊട്ടൻ കളി? എന്തു തന്നെയായാലും സ്വസമൂഹത്തെ ഒറ്റിക്കൊടുക്കുന്ന മതേതര മുഖ്യധാരയുടെ നട്ടലിന് നീട്ടിച്ചവിട്ടുന്ന അല്പം കടന്ന കൈയായി പോയി. പള്ളി പൊളിച്ചിടത്ത് ക്ഷേത്രം പണിതതിൽ ആരും പ്രതിഷേധിച്ചു പോകരുതെന്നും സംഘപരിവാറിനെ അവരുടെ ഇംഗിതങ്ങൾക്കൊത്ത് വിഹരിക്കാൻ വിടുകയാണ് വേണ്ടതെന്നുമുള്ള ഉപദേശം യഥാർത്ഥത്തിൽ ജീവൻ കൊടുത്തും വർഗീയ ഫാസിസത്തിനെതിരെ പൊരുതുന്ന ശുദ്ധ മതേതര വിശ്വാസികൾക്കുള്ള പിന്നിൽ നിന്നുള്ള കുത്താണ്. വിവരക്കേട് വീമ്പുന്ന ഇത്തരം നേതാക്കൾക്കെതിരെ പരസ്യമായി തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്നതിനെ കുറിച്ചാണ് സകലരും ചിന്തിക്കുന്നത്. അത് മുൻകൂട്ടി കണ്ടാണ് സാദിഖ് അലി മോനെ വാരിക്കോരിയെടുത്ത് രക്ഷപ്പെടുത്താൻ സാക്ഷാൽ കുഞ്ഞപ്പ തന്നെ കളരിയിലിറങ്ങിയിരിക്കുന്നത്. ആർക്കു വേണ്ടിയാണ് ലീഗ് അധ്യക്ഷൻ കാവി നേതൃത്വത്തെ സോപ്പിടുന്നതെന്ന് അറിയുന്ന നേതാക്കൾ തല കുനിച്ച് ഈറി ചിന്തിക്കുന്നുണ്ടത്രേ. മന്ത്രിച്ചു പോകാത്ത മുസീബത്ത് ഇത്തരം തന്ത്രങ്ങളിലൂടെയെങ്കിലും അകറ്റിക്കളയണ്ടേ? കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലവിൽ വന്ന ക്ഷേത്രം, കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കാൻ കാത്തിരിക്കുന്ന ബാബരി മസ്ജിദ്, ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ്. ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ്. നിങ്ങളുടെ പ്രൈവറ്റ് സെക്രട്ടറി നാഗ്പൂർ ഹെഡ് ഗേവർ ഭവനിലിരുന്നാണോ പ്രസംഗമെഴുത്തിൽ പരിശീലനം നേടിയത്? എത്ര സൂക്ഷ്മതയോടെയാണ് വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്! ബാബരി മസ്ജിദ് കർസേവകർ തകർത്തത് നമുക്കറിയാം. നമുക്കതിൽ പ്രതിഷേധമുണ്ടായിരുന്നു അക്കാലത്ത്. പക്ഷേ അതിനെ സഹിഷ്ണുതയോടെ നേരിടാൻ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും കേരളത്തിലാണല്ലോ മുസ്ലിങ്ങൾ ഏറ്റവും വളരെ സെൻസിറ്റീവായും വളരെ ഊർജ്ജസ്വലതയോടെയും ജീവിക്കുന്ന പ്രദേശം. പക്ഷേ അന്ന് രാജ്യത്തിന് മുഴുവൻ മാതൃക കാണിച്ചു കൊടുക്കാൻ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു. അന്ന് എല്ലാവരും ഉറ്റുനോക്കിയത് മറ്റാരെയുമായിരുന്നില്ല. തകർന്നത് ബാബരി മസ്ജിദാണ്. തകർക്കപ്പെട്ടത് UPയിലാണ്, അയോധ്യയിലാണ്. പക്ഷേ രാജ്യവും രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ ഉറ്റുനോക്കിയത് ഇങ്ങ് തെക്കേ അറ്റത്തെ കേരളത്തിലേക്കാണ്. സാദിഖ് അലിയുടെ രാമക്ഷേത്ര പ്രകീർത്തനവും സംഘപരിവാർ പ്രേമവും മനസ്സിന്റെ വിശാലത കൊണ്ടല്ല, EDയെ ഭയന്നുള്ള ഇടുങ്ങിയ ചിന്ത കൊണ്ടാണെന്ന് ഇതിനകം എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. AR നഗർ ബാങ്കിലെ നിക്ഷേപത്തിന് സമുദായം ഒന്നടങ്കം ഒടുക്കേണ്ടി വരുന്ന പിഴ ചില്ലറയൊന്നുമല്ല.
തങ്ങളോട് ഒന്നേ ചോദിക്കാനുള്ളൂ. രാജ്യം മുഴുവൻ ഹിന്ദുത്വ വർഗീയതയാൽ ആളിക്കത്തിക്കുമ്പോൾ തന്നെ വേണോ ഈ അടിമവേലയും വിധേയത്വ മനസ്സും പൂത്തിരി കത്തിക്കലുമൊക്കെ? ഇതു പറഞ്ഞ് കാസിം ഇരിക്കൂർ തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചു. പറഞ്ഞത് പിൻവലിച്ചെങ്കിലും വാവിട്ട വാക്കുകൾ തങ്ങളെ വിട്ടുപോകുന്നില്ല എന്നതാണ് സത്യം.